ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ കസിൻ്റെ മാരേജിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് തലേന്നത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. തലേന്ന് ഞാനാണ് എൻ്റെ കസിന് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും അങ്ങ് മെഹന്തി ഇടുന്നത് കേട്ടോ, ഇടുന്നതല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പം എന്തായാലും എനിക്ക് അന്ന് നല്ല സ്മൂത്തായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം കയ്യിൽ അകത്ത് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബിഗ് ബീഡ മെഹന്തി വെച്ച്, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് ഈ രാവിലെയാണ് ഇട്ടത്. അത് പുറത്തുള്ള മെഹന്തിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കസിൻസ് എല്ലാം ഏകദേശം ഒരേ കളറൊക്കെ വരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി. ആ വ്ളോഗിങ് പെണ്ണിന്റെ അനിയത്തിയാണ് കേട്ടോ. ഇതാണ് പെണ്ണിൻ്റെ അനിയത്തി, മിസ് കാനിയ മോൾ. ഇങ്ങനെ ഇടുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മാറും. എന്റെ കമ്മൽ എനിക്ക് മറച്ചു വെച്ചിട്ടാണ്. പിന്നെ അങ്ങോട്ട് ഫുൾ കോൺസെൻട്രേഷൻ എൻ്റെ മുടിയിലായിരുന്നു, കാരണം എൻ്റെ മുടി ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ഷാമ്പു ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെ ഷാമ്പു ഇട്ട് കുളമാക്കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വീണ് അങ്ങനെ ഫുൾ മുടി ബോറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോട്ടെന്നൊക്കെ വെച്ച് അങ്ങനെ പിന്നെ നമ്മൾ കസിൻസ് എല്ലാം കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തോ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ജ്യൂസൊക്കെ കുടിച്ച്. പിന്നെ ഒരു ചെറിയ സമൂസ എടുത്തു, പക്ഷേ കഴിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല, കാരണം അപ്പോഴത്തേന് ഫോട്ടോ എടുക്കാൻ വിളിച്ച് ഞങ്ങളത് കളഞ്ഞിട്ട് പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ലൊരു ലൈറ്റൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചെന്നാൽ ഫോട്ടോസ് എടുക്കാം, നല്ല കുറച്ച് ബ്രൈറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പോൾ അവിടെ നല്ല സോങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിനുള്ള വൈബായിരുന്നു. ഞങ്ങൾ ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രൈഡിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ മറ്റേ നിക്കാഹ് ദുപ്പട്ടയും കാര്യങ്ങളും അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ വെക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും നിന്ന് പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുങ്ങുകയും അങ്ങനെ മിററൊക്കെ നോക്കി സെൽഫി എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഗ്രൂമൊക്കെ വന്നു. ഇനി ഗ്രൂമിൻ്റെ എൻട്രി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരുന്നത്. കുറേ ഇതിനൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് ഗ്രൂമിൻ്റെ എൻട്രി ഒക്കെ കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിനി ഇരിക്കുകയായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇങ്ങനെ നിന്നിട്ട് പകുതി വീഡിയോ എടുക്കും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെയും വെയിറ്റ് ചെയ്യും. അങ്ങനെ ആളിങ്ങ് എത്താൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഡാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്റ്റേജിൽ ബബിൾസ് ഒക്കെ വരുന്ന കാര്യം അറിഞ്ഞത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാം പറയണം അത് കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നേക്ക് നമ്മളിങ്ങനെ പൊട്ടിച്ചൊക്കെ കളയായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ കുറച്ച് നേരം നമ്മൾ വേറെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഗ്രൂമൊക്കെ ഇങ്ങ് കയറി സ്റ്റേജിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കി വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഓർത്തത്. അങ്ങനെ പിന്നെ ഗ്രൂമിൻ്റെ ഫാമിലിയിലുള്ളവരും എല്ലാവരും സ്റ്റേജിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയാണ് ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കസിൻസ് എല്ലാം അവിടെ നിൽക്കുന്നത്. ആ ടൈമിൽ ഹൈസോട്ടിനും കുഞ്ഞി അക്കായും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പം ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹൈസോട്ടിൻ്റെ അടുത്തോട്ട് പോയി. കല്യാണത്തിന് വന്നു ഞങ്ങൾ. അങ്ങനെ എൻട്രി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ സംഭവം എല്ലാം കൊണ്ട് സ്റ്റേജിൻ്റെ സൈഡിലോട്ട് വെച്ചു. അങ്ങനെ പിന്നെ ഇനി ബാക്കി പരിപാടികളിലേക്ക് പോകാം. അപ്പോഴത്തേന് ഹൈസോട്ടിനും കുഞ്ഞൊക്കെ എൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, കുഞ്ഞാടെ കല്യാണം കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അതാണ് അക്ക അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, കാരണം ആ ടൈമിൽ ഞങ്ങൾ പിന്നെ അടുത്തെന്തോ പരിപാടിക്ക് വേണ്ടിയൊക്കെ പോയി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ കിട്ടിയത് എനിക്ക് ശരിക്കും പറഞ്ഞത്. അങ്ങനെ പിന്നെ ബ്രൈഡും ഗ്രൂമും ഒക്കെ പിന്നെ സ്റ്റേജിലെത്തി. അപ്പോൾ ഇനി ബാക്കി പരിപാടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നേരം പിന്നെ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാ ഫാമിലിയിൽ ഏറെക്കുറെ എല്ലാവരും സ്റ്റേജിലൊക്കെ വന്നു. പിന്നെ നമ്മൾ നിക്കാഹൊക്കെ കഴിയുമ്പോൾ രജിസ്റ്ററിലൊക്കെ ഒപ്പിടാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ താലികെട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാം അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഫോട്ടോസ് എടുക്കണമല്ലോ, ഈ ഒരു മാലയുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് ക്യാമറാമാൻമാർ. നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന തിരക്കിലുമാണ്. അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത്
പിന്നെ ഇത് എഡിറ്റ് ചെയ്ത ടൈമിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഓർഡറിലല്ല എൻ്റെ കയ്യിൽ കിടന്നത്, പല പല രീതിയിലാണ് കിടന്നത്. അതെല്ലാം ഓർഡറാക്കി ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ ഇട്ടപ്പോഴാണ് ഇടയ്ക്ക് എവിടുന്നോ കുറച്ച് ക്ലിപ്സൊക്കെ മിസ്സായി പോയത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറേയൊക്കെ വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തു. പക്ഷേ ഈ വീഡിയോസും ഈ ഒരു മൊമെൻറ്റും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഈ ഫോണിൽ നോക്കിയപ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. അത് ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ എൻ്റെ മുടിയിലാണ്. മുടി കുളമായല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പം പിന്നെ അടുത്തൊരു ഭാഗം നമ്മൾ റീലിലൊക്കെ കാണുന്നില്ലേ, റീലിലൊക്കെ ഭയങ്കര വൈറലായി ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ലൈറ്റും അതുപോലെ ആ ബബിൾസൊക്കെ വരുന്നത് നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത ഫോട്ടോ സെക്ഷനൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല, അതൊക്കെ മിസ്സായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ 2 പേരുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അക്കായും വല്യമ്മയും കുഞ്ഞുങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഞാൻ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുത്തിട്ടൊക്കെ പോകാമെന്നൊക്കെ. അത് കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടാകും. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കേക്ക് കട്ട് ചെയ്തിട്ട് അത് കഴിക്കാനുള്ള തിരക്കിലേക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ നമ്മൾ കസിൻസ് എല്ലാവരോടാണ് ഇരുന്നത്. അങ്ങനെ ബിരിയാണി കഴിക്കാൻ നമ്മൾ കസിൻസിനെ എല്ലാവരെയും കൂടെ ഒരാളെ കാണുമ്പോൾ ഒരാളെ കാണത്തില്ല, അങ്ങനെ മാറി പോകും. അങ്ങനെ നമ്മൾ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ വന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോയി. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ഏകദേശം എല്ലാവരും ഒക്കെ ആ സമയത്ത് പോയി. അപ്പോഴത്തേനും ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രൈഡും ഗ്രൂമും പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി. ഇവക്ക് ചുണ്ടത്ത് കൊടുക്കല്ലോ, സൈഡ് കൊടുക്കുക. ലിപ്സ്റ്റിക് ആയി അതിനെ എനിക്ക് വിഷമം ഉണ്ടോ അശ്ന? കല്യാണം കഴിച്ചതിന്റെ റിവ്യൂ പറയൂ. പോട്ട് അവര് ടാറ്റാ ടാറ്റാ നിങ്ങളുടെ ഡാഡി നാളെ വരത്തില്ലേ? നാളെ വരും. ഇടിച്ചു നാളെ വരൂലേ? ബാക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചോ. ബാഗ്, ഗിഫ്റ്റ്സ്, സാധനങ്ങള്. ഡിക്കി തുറക്കൂ. കേറുന്നില്ലല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. സാനിയനോടെ പോയി വെള്ളം. ഓക്കെ ബൈ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ 4:30 കണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കസിൻ്റെ വീട്ടിലാണ് പോയത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനിടാൻ വേണ്ടി ഓർഡർ ചെയ്ത കമ്മലാണ്. അവൾക്കത് അന്ന് വൈകിട്ടോ അങ്ങോട്ടായപ്പോഴേ കിട്ടിയത്. ഉച്ചയ്ക്ക് എങ്ങാണ്ടാണ് തോന്നുന്നു. പക്ഷേ ആ ടൈമിൽ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനും ഓർഡർ ചെയ്തത് ഇതുകൊണ്ട് പണി കിട്ടി. വന്നപ്പോൾ ലേറ്റായി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 പേർക്കും ആ ഒരു ഇയറിങ്സ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഹെയറൊക്കെ നോക്കണം. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഹെയർ ഒന്നുകൂടെ സെറ്റായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് ആശ്വസിച്ച്. അപ്പോൾ അത്രയും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല.